പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിംസ് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്കായിട്ട് പെട്ടെന്ന് ചാടിപ്പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് ചാക്കുച്ച് കിടന്നു. അതായത് കെട്ടിപ്പിടി ഫ്രെയിംസ് അടിച്ചുകൊണ്ടിരിക്കും അവർ. ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് ഞാൻ ഇറങ്ങി. ലാസ്റ്റ് മൃദുല എൻ്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുൻ്റെ കൂടെയാണ് ഞാൻ. ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ കണ്ടന്റുകൾ വരുന്നു പോകുന്നു, അടുത്ത കണ്ടന്റ് വരുന്നു. അപ്പം അതെല്ലാം കുറേ കണ്ടന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടന്റാണ് സജ്ന ഫിറോസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫിറോസ് സജ്നയെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ, സജ്നയ്ക്ക് വേറെ അവിഹിതമുണ്ട് അല്ലെങ്കിൽ വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവർ ബന്ധം പിരിഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ ഫിറോസ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ദ കർമ്മ, ദ റിയൽ കർമ്മ സ്റ്റാർട്ട്സ് ഹിയർ. അപ്പോൾ നമ്മുടെ സജ്ന ദേണ്ട വാ തുറന്നിരിക്കുകയാണ്. ദ റിയൽ ഇഷ്യൂ, അവർ തമ്മിലുള്ള പിരിയാനായിട്ടുള്ള കാര്യവും ലൈഫ് ലോങ് ഉണ്ടായിരുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഫിറോസിൻ്റെ സ്വഭാവങ്ങളും ഫിറോസിൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമയും കാര്യവും ഒക്കെ തുറന്നു വിട്ടുകൊണ്ട് നമ്മുടെ സജ്ന ഇപ്പം വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ കമൻസൊക്കെ നോക്കിയിട്ട് ഞാൻ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ. സോ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സജ്നയുടെ കുറച്ച് വെളിപ്പെടുത്തലുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്നത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഫസ്റ്റ് മാരേജ് ആണെങ്കിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കണം അല്ലേ? നമ്മൾ ഭയങ്കര രീതിയിൽ ചിന്തിക്കണം. നമ്മൾ ഓപ്പോസിറ്റ് വരാൻ പോകുന്ന ആൾ എങ്ങനെയായിരിക്കും. നമുക്കൊരിക്കലും കൂഴച്ചക്കയാണോ വരിക്കച്ചക്കയാണോ എന്ന് നമുക്ക് ചൂഴ്ന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്കൊരിക്കലും ഒരാളുടെ പുറമേ കണ്ടുകൊണ്ടുള്ളത് അയാളുടെ അകത്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാരേജ് ആണെങ്കിൽ പോലും നമ്മൾ 100 അല്ല 200 അല്ല 1000 അല്ല 1000-ന്റെ അപ്പുറം ചിന്തിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളൊരു മാരേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഉപരി ചിന്തിക്കണം, നല്ല രീതിക്ക് ചിന്തിക്കണം. പിന്നെ അതൊരു പെൺകുട്ടിയാണെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ പോലും സുരക്ഷിതയാണോ, പെൺകുട്ടികൾ സുരക്ഷിതമാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ചിന്തിച്ച് അത്രയും ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇറ്റ്സ് ലൈഫ് എന്ന് പറയുന്നത്. സോ യെസ്, ഏതൊരു സ്ത്രീയെ പോലെയും ഇവരും ഡിവോഴ്സ്ഡായി, സജ്ന എന്ന് പറയുന്ന ഇവരും ഡിവോഴ്സ്ഡായി. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഫിറോസിനെ കണ്ടുമുട്ടുന്നത്, ഇവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആ പുരുഷൻ്റെ ലൈഫിലേക്ക് ഒരാൾ വരുമ്പോഴത്തേക്ക് അവരെപ്പോഴും ഫസ്റ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്ന അതിൻ്റെ കുട്ടീനെയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഫിറോസ് വന്നിട്ട് സജ്നയുടെ കുട്ടീനെയാണ് കൂടുതലായിട്ടും ഇമ്പ്രസ് ചെയ്തത്. അച്ഛാന്നൊക്കെ വിളിച്ചു, ഉപ്പാന്നോ അങ്ങനെയൊക്കെ വിളിപ്പിച്ച് അപ്പം ഇമ്പ്രസ് ആയിപ്പോയി. അപ്പം അത് നമ്മൾ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുക. ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു കുഞ്ഞുള്ളതാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ആൾ എപ്പോഴും ഈ കുഞ്ഞിനെ തന്നെ ഭയങ്കരമായിട്ട് മാറ്റി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് മാറാൻ ശ്രമിക്കും. നമുക്കറിയാം രേണു സുധിയുടെ കാര്യമാണെങ്കിലും കിച്ചു പറഞ്ഞിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അമ്പിളി ദേവി എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഹസ്ബൻഡായിട്ട് വന്ന ആദിത്യൻ എന്ന് പറഞ്ഞ ആ ഒരു ഇഷ്യൂ ആണെങ്കിലും നമുക്കറിയാം. അതിലും ആദ്യം കൺവിൻസ് ചെയ്തത് കുഞ്ഞിനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് 100% ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫേക്ക് ആണെന്നൊന്നും അല്ല പറയുന്നത്. എങ്കിൽ കൂടിയും നമ്മൾ ഭയങ്കരമായിട്ടൊരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അച്ഛനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന അച്ഛനാണ്. അപ്പം ആ ലൈഫിലേക്കൊരു ഭാര്യ വരാൻ പോവുകയാണ്, സെക്കൻഡ് വൈഫ് വരാൻ പോവുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ചിന്തിക്കുക. 1000 അല്ല 1000-ത്തിനപ്പുറം നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും വരാനുള്ളത് വരും, എങ്കിൽ കൂടിയും അതാണ്. അപ്പം കുറേ ആൾക്കാർ സജ്നേനെ ഇങ്ങനെ പറഞ്ഞു 2.5 വയസ്സുള്ള ഒരു കുട്ടീനെ ഇട്ടിട്ട് നീ വേറൊരു വിവാഹത്തിലേക്ക് പോയില്ലേ, 20 വയസ്സെങ്ങാണ്ടാണ് പ്രായം എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത്.
അപ്പം 20 വയസ്സിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു കൂട്ട് വേണമെന്ന് വിചാരിക്കുന്നത് ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് എനിക്കൊരു കൂട്ട് വേണ്ട എന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കൊരാളും കൂടെ വേണമെന്ന് കരുതിയതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കല്യാണത്തിലേക്ക് വരികയാണ്. അങ്ങനെ കല്യാണത്തിലേക്ക് വന്നു, ഈ പുള്ളിയുമായിട്ട് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് തനി സ്വരൂപം വെളിയിൽ വരുന്നത്. ഈ കൊച്ചിനെ, സ്വന്തം കൊച്ചിനെ കാണാൻ പോലും വീട്ടിലേക്ക് വിടാത്തൊരവസ്ഥ, ആ കൊച്ചിന് ഫുഡിനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥയാണ് വരുന്നത്. അത് കഴിയുമ്പം ഈ ആൾക്ക് സ്വന്തം കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയുടെ പോലും കൺസേൺ ഇല്ലാതെയാണ് അടുത്ത കുട്ടിക്ക് വേണ്ടി കുട്ടീനെ പ്രഗ്നൻ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പം സജന തന്നെ പറയുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു, കാരണം എൻ്റെ മൂത്ത കുട്ടി എന്ന് പറയുന്നത് 2.5 വയസ്സാണ്. അപ്പോൾ അതിനൊരു 5 വയസ്സായിട്ട് അടുത്ത കുട്ടി മതി എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നെ പറഞ്ഞ് എന്താ പറയുക, ഒരു കുട്ടി വേണം, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഫിറോസ് ഫോഴ്സ് ചെയ്തിട്ടാണ് 2ാമത്തെ കുട്ടി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ കുട്ടി ഉണ്ടായിട്ട് 3 മാസം വീട്ടിൽ പോയി നിൽക്കാം, സന്തോഷമായിട്ട് കൊച്ചിനെ മറ്റേ 2 കുട്ടികളെയും കാണാമല്ലോ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. ആ പ്രഗ്നൻസി ടൈമും ഭയങ്കര ഹാർഡായിരുന്നു എന്ന് പറഞ്ഞു. യെസ്, ഓഫ് കോഴ്സ്, നമ്മൾ ഓൾറെഡി നമുക്ക് ഹോർമോണൽ പ്രശ്നവും അതും ഇതും, നമ്മൾ പ്രഗ്നൻ്റ് ആയതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ മൂത്ത കുട്ടീനെ വെച്ചിട്ട് ആ കുട്ടി കാരണമാണ് നീ വിഷമിക്കുന്നത്, അവളെ കാണാതിരിക്കുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്, അത് എൻ്റെ കൊച്ചിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ ഫിറോസ്. സോ അതും പറയുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞുണ്ടായതിന് ശേഷം 3 മാസം മറ്റേ കുട്ടിയുടെ കൂടെ പോയി നിൽക്കാലോ, ഇപ്പോൾ വീട്ടിൽ പോയി നിൽക്കാലോ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷി വന്നപ്പോൾ പറ്റില്ല, ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം രാത്രിയിൽ പുള്ളിക്കാരി വിളിച്ചു നോക്കും. പുള്ളിക്കാരിക്ക് ഒരു സംശയവും ഇല്ലെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതുവരെ പുള്ളിക്കാരിക്ക് ഒരു സംശയവും ഇങ്ങേരെ തോന്നിയിട്ടില്ല. ബട്ട് നൈറ്റ് ടൈമിൽ ഒരു കോൾ വിളിച്ചപ്പോൾ എൻഗേജ്ഡ് ആണ്. അപ്പം തിരിച്ച് വീട്ടിൽ ചെന്ന് ഐപാഡിൽ അങ്ങാണ്ടാണ് കോൾ ചെയ്തത്. അപ്പോൾ ആ കോൾ റെക്കോർഡ് എടുത്ത് അപ്പോൾ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് സംസാരങ്ങളും ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളും ഒക്കെ അവർ സംസാരിച്ചതെല്ലാം കണ്ടു. അങ്ങനെയാണ് സജനയുടെ കൈ വെട്ടിമുറിച്ച്, ആ ഒരു പാടാണ് നമ്മുടെ ബിഗ് ബോസിൽ വന്നപ്പോൾ കൈ മുറിച്ച ആ ഒരു 20 to 22 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ. സോ ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയാണ് ഞാനപ്പോൾ ചിന്തിക്കുന്നത്. ആക്ച്വലി നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അറിയാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഡിപ്രഷൻസ് ഉണ്ടായിരിക്കും, ഓൾറെഡി ഫാമിലി പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ പുറമെ ഒരിക്കലും ചിന്തിക്കാത്ത ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിയുമ്പോൾ ആ ഒരു സ്ത്രീ യെസ് സ്വന്തമായിട്ട് കൈ മുറിച്ചില്ലെങ്കിലേ ഉള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും റിക്കവറായിട്ട് വന്നപ്പം വീണ്ടും ഈ പുള്ളിയുടെ കുൽസിതങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അത് പിടിക്കുന്നു, വീണ്ടും പുള്ളി വന്ന് കാല് പിടിച്ചു പോകുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു അവരുടെ ലൈഫിൽ. നമുക്കറിയാം ബിഗ് ബോസിൽ നമ്മളെല്ലാവരും കണ്ടതാണ്, മാതൃകാ കപ്പിൾസ് ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും പലവരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ തന്നെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഇവരെങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു. അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്വഭാവത്തെ ഭയങ്കര രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ സജന ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ, അല്ലേ? അപ്പോൾ അന്ന് ഇപ്പം ഇവരുടെ ഡിവോഴ്സ് ആയപ്പോൾ തന്നെ കുറേ കമൻറ്റ്സ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. കുറേ പേര് പറഞ്ഞുകൊണ്ട് അന്നത്തെ അവർ ആ പെർഫോമൻസ് കണ്ടപ്പോഴേ അറിയാം ഇത് അധികകാലം ഒന്നും പോകത്തില്ല എന്നുള്ളൊരു രീതിയിൽ. എങ്കിലും വളരെയധികം ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാര്യേനെയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഫിറോസ് ആണെങ്കിൽ ഇപ്പം ഡിവോഴ്സ് കൊടുക്കുന്നില്ല, ഭാര്യയ്ക്ക് ഡിവോഴ്സും കൊടുക്കുന്നില്ല. ഇവർ ചില ആണുങ്ങളുടെയൊക്കെ ചിന്തയുണ്ട്, നമുക്ക് എന്തുവാകും, ബട്ട് എൻ്റെ ഭാര്യയ്ക്കൊന്നും ആകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, 100-ൽ കുറച്ച് പേരെങ്കിലും ഉണ്ട്. തിരിച്ചുകൊണ്ട് കേട്ടോ, പക്ഷേ എങ്കിൽ കൂടിയും കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഭാര്യ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും വീട്ടിൽ പണി ചെയ്യാനും അവിടെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വേറെ ഒരു കാര്യത്തിലും പോയി ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ എന്തും ചെയ്യും, ഞാൻ എത്ര പെണ്ണുങ്ങളുടെ കൂടെ വേണമെങ്കിലും പോകും, ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനത്തെ കുറേ ആറ്റിറ്റ്യൂഡുള്ള കുറേ ഭർത്താക്കന്മാരുണ്ട്. ഇപ്പം സജന ഡിവോഴ്സ്ഡായി, ഇവർ രണ്ടുപേരും പിരിയാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ സജന ഇപ്പം റസൂൽ പൂക്കുട്ടിനെയൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ഡിവോഴ്സായ ഭാര്യ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും പോയിക്കോട്ടെ, അവർ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോട്ടെ. ഇത്രയധികം കളികളും ചാറ്റുകളും ഒക്കെ ഉള്ള നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു മനുഷ്യനാണ് കർമ്മ. അല്ലെങ്കിൽ ഇതായിരുന്നു ഭാര്യയുമായിട്ട് പിരിയാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടർ
യെസ്, ഭയങ്കര പേടിച്ചാണ് ഈ സ്ത്രീ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം ഫിറോസിന് ഭയങ്കരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, പല മേഖലകളിൽ പല ആൾക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് സജ്ജന പേടിക്കുന്നതിൽ കാര്യമുണ്ട്. അപ്പം നല്ല എന്തായാലും സജ്ജന ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം വരും അല്ലെങ്കിൽ എത്രത്തോളം ഇങ്ങേർക്ക് അഫക്റ്റ് ആവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും സ്വന്തം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഭാര്യ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ. ഭാര്യയൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ളത്. അതിനിപ്പോൾ എന്താണ്, അതിനിപ്പോൾ കുറേ ആൾക്കാരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് സംസാരിച്ച് നമ്മൾ ഡിവോഴ്സ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് ബെറ്ററായിട്ട് തോന്നിയ ഒരാളുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ, അവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം. പിന്നെ വീണ്ടും ഇതുപോലുള്ള ചതിക്കുഴികളിൽ എടുത്ത് ചാടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും ഒരു ലൈക്ക് ആ ഒരു മെൻ്റൽ ട്രോമയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം കുട്ടീനെ കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു അമ്മയ്ക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ വീണ്ടും വേറൊരു പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് ഇഷ്യൂസും കുറച്ചൊന്നുമല്ല അവർ അനുഭവിച്ചിട്ടുള്ളത്, നല്ല രീതിക്ക് തന്നെ അനുഭവിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇവനൊക്കെ എന്താ പറയുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇവനൊക്കെ നല്ല ശിക്ഷ തന്നെ കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ സജ്ജന പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. കോൾ വെയിറ്റിംഗ് അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പം ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിൻ്റെ എവിടെയെങ്കിലും ഒരു സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് വാനിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിൻ്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞത് ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ച് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവർ ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ലേ, റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്തും ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ അതിലൊരു കുഞ്ഞ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കേട്ടല്ലോ ഗൈസ്. അപ്പോൾ ഇതിപ്പം മര്യാദയ്ക്ക് മ്യൂച്വൽ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇത്രയും നാട്ടുകാരറിഞ്ഞ് നാണക്കേടാകത്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും കർമ്മ നേരെ ഫിറോസിനെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും അതൊരു കർമ്മയായിട്ടുള്ളത്. അപ്പോൾ മര്യാദയ്ക്ക് പോയതല്ലേ വൈഫ്, മര്യാദയ്ക്ക് പോയതല്ലേ, അപ്പോൾ അത് പോയി കുത്തിപ്പച്ചണ്ടി പിറക്കിക്കൊണ്ട് വന്ന് ഇപ്പോൾ ശരിക്കുള്ള റീസണും തുറന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി കാണും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചാൻസൽ സൈനിങ്. ബൈ.